നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജിലൂടെയിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് മുകളിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുകയാണ് നമ്മുടെ ഇന്ത്യ. ആപ്പിൾ സിഇഒ ടിം കുക്കിനോട് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഉൽപ്പാദനം മാറ്റാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിട്ടും ആപ്പിളിൻ്റെ ആഗോള വിതരണ ശൃംഖലയിൽ ഒരു പ്രധാന കണ്ണിയായി സ്വയം സ്ഥാപിക്കാൻ സാധ്യതയുള്ള ടാറ്റ ഇലക്ട്രോണിക്സ് ഹൊസൂർ പ്ലാന്റിൽ ഐഫോൺ അസംബ്ലി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ആപ്പിളിൻ്റെ നിർമ്മാണ വൈവിധ്യവൽക്കരണ തന്ത്രത്തിലെ നിർണായക ഘട്ടത്തിലാണ് ഈ തന്ത്രപരമായ വിപുലീകരണം വരുന്നത്. കൂടാതെ ആഗോള സാങ്കേതിക ഉൽപ്പാദനത്തിലെ കോർപ്പറേറ്റ് ലക്ഷ്യങ്ങളും ഭൗമരാഷ്ട്രീയ സമ്മർദ്ദങ്ങളും തമ്മിലുള്ള സങ്കീർണമായ ഇടപെടലിനെ എടുത്തു കാണിക്കുന്നു. ടാറ്റ ഇലക്ട്രോണിക്സ് തമിഴ്നാട്ടിലെ ഹൊസൂർ പ്ലാന്റിൽ ഐഫോൺ 16 ഉൾപ്പെടെയുള്ള ഐഫോൺ മോഡലുകൾ കൂട്ടിച്ചേർക്കാൻ ഔദ്യോഗികമായി ആരംഭിച്ചു കഴിഞ്ഞു. മുമ്പ് ഈ സ്ഥലത്ത് ഐഫോൺ എൻക്ലോഷറുകൾ നിർമ്മിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന കമ്പനി ഇപ്പോൾ സമഗ്രമായ മൊബൈൽ ഫോൺ അസംബ്ലിക്കായി പ്രത്യേകമായി ഒരുക്കിയ ഒരു ഫെസിലിറ്റിയിൽ ഒരു പ്രത്യേക വിഭാഗം ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഐഫോൺ എൻക്ലോഷറുകൾ നിർമ്മിക്കുന്നതിനായി സ്ഥാപിതമായ ഹൊസൂർ പ്ലാന്റിൻ്റെ ശേഷികളുടെ ഒരു പ്രധാന പരിണാമമാണിത്. 2024 സെപ്റ്റംബറിൽ ഉണ്ടായ തീപിടുത്തത്തെ തുടർന്ന് താൽക്കാലിക തിരിച്ചടി നേരിട്ടതിന് മുമ്പ് ഏകദേശം 50,000 യൂണിറ്റുകളുടെ ശേഷിയിലെത്തിയിരുന്നു ഇത്. ഹൊസൂരിൽ പുതിയതായി സ്ഥാപിതമായ അസംബ്ലി യൂണിറ്റിൻ്റെ നിലവിൽ 2 പ്രൊഡക്ഷൻ ലൈനുകൾ പ്രവർത്തിക്കുന്നു എന്നതാണ്. സമീപഭാവിയിൽ കുറഞ്ഞത് 4 അധിക ലൈനുകളെങ്കിലും വികസിപ്പിക്കാൻ പദ്ധതിയിടുന്നു. ഓരോ പ്രൊഡക്ഷൻ ലൈനും ഗണ്യമായ തൊഴിൽ സാധ്യത കാണിക്കുന്നു. സമഗ്രമായ എൻഡ് ടു എൻഡ് അസംബ്ലി പ്രക്രിയകൾ ഉൾക്കൊള്ളിക്കുന്നതിനാൽ 2500-ലധികം തൊഴിലാളികളെ ഉൾപ്പെടുത്താൻ ഇതിന് കഴിയും. പരമാവധി ശേഷിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പുതിയ അസംബ്ലി യൂണിറ്റ് കർണാടകയിലെ ടാറ്റയുടെ വിസ്ഡ്രോൺ പ്ലാന്റിലെ പ്രവർത്തനങ്ങളുടെ വ്യാപ്തിയെ മറികടക്കുമെന്ന് വ്യവസായ വിശകലന വിദഗ്ധർ പ്രതീക്ഷിക്കുന്നു. അവിടെ കമ്പനിയുടെ മുമ്പ് അസംബ്ലി പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. ഹൊസൂർ ഫെസിലിറ്റിയിൽ നിലവിലുള്ള ഏകദേശം 50,000 ഐഫോൺ എൻക്ലോഷറുകളുടെ ശേഷി ഇരട്ടിയാക്കാൻ കമ്പനി ലക്ഷ്യമിടുന്നു. ഈ ശേഷി വിപുലീകരണം സാധാരണയായി സെപ്റ്റംബറിൽ നടക്കുന്ന ആപ്പിളിൻ്റെ വാർഷിക ഉൽപ്പന്ന ലോഞ്ചുകളുമായി പൊരുത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹൊസൂർ സൗകര്യ വികസനത്തിൻ്റെ 2ാം ഘട്ടത്തെയാണ് ഈ വിപുലീകരണം പ്രതിനിധീകരിക്കുന്നത്. ആപ്പിളിൻ്റെ പ്രധാന നിർമ്മാണ പങ്കാളിയാകാനുള്ള ടാറ്റയുടെ പ്രതിബദ്ധതയും ഇത് പ്രകടമാക്കുന്നുണ്ട്. ആപ്പിളിൻ്റെ വിതരണ ശൃംഖലയിലെ സുപ്രധാന ഏറ്റെടുക്കലുകളിലൂടെ കമ്പനി തന്ത്രപരമായി സ്ഥാനം പിടിച്ചിട്ടുണ്ട്. 2024 മാർച്ചിൽ കർണാടകയിലെ നർസപുരയിലെ വിസ്ട്രോണിൻ്റെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനെ തുടർന്ന് 2025 തുടക്കത്തിൽ പെഗാട്രോൺ ടെക്നോളജി ഇന്ത്യയിലെ നിയന്ത്രണത്തിലുള്ള 60% ഓഹരി ടാറ്റ ഇലക്ട്രോണിക്സ് സ്വന്തമാക്കി എന്നതാണ്. ആപ്പിളിൻ്റെ വിതരണ ആവാസ വ്യവസ്ഥയിൽ ഒരു പ്രധാന പങ്കാളിയായി സ്വയം സ്ഥാപിക്കാനുള്ള ടാറ്റയുടെ അഭിലാഷത്തെയാണ് ഈ നീക്കങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ടെക് ഭീമൻ ചൈനീസ് നിർമ്മാണത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ. ടാറ്റയുടെ ഐഫോൺ അസംബ്ലി പ്രവർത്തനങ്ങളുടെ വിപുലീകരണം ഭൗമരാഷ്ട്രീയ സങ്കീർണതയുടെ പശ്ചാത്തലത്തിലാണ് സംഭവിക്കുന്നത്. 2025 മെയ് 16 ആപ്പിൾ സിഇഒ ടിം കുക്കിനോട് ഇന്ത്യയിലെ ഐഫോൺ നിർമ്മാണം നിർത്തി അമേരിക്കയിലേക്ക് ഉൽപ്പാദനം മാറ്റാൻ ആവശ്യപ്പെട്ടതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തി. ഖത്തറിലെ ദോഹയിൽ നടന്ന പ്രസംഗത്തിനിടെയാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത്. ട്രംപിൻ്റെ അഭിപ്രായങ്ങൾ തൻ്റെ 2ാം പ്രസിഡന്റ് ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ വിശാലമായ മെയ്ക്ക് ഇൻ അമേരിക്ക അജണ്ടയെ പ്രതിഫലിപ്പിക്കുന്നു. കാരണം ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു എന്നതാണ്. ആപ്പിളിന് ഇന്ത്യൻ വിപണിക്കായി പ്രത്യേകമായി ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. എന്നാൽ ഇന്ത്യൻ നിർമ്മിത ഐഫോണുകൾ US വിപണിയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു. ആപ്പിളിന് നിലവിൽ അമേരിക്കയിൽ സ്മാർട്ട് ഫോൺ ഉൽപ്പാദന സൗകര്യങ്ങളൊന്നുമില്ലെങ്കിലും അതിൻ്റെ ഐഫോൺ ഉൽപ്പാദനത്തിൻ്റെ ഭൂരിഭാഗവും ചൈനയിലാണ് നടക്കുന്നത്. ഏകദേശം 15%, പ്രതിവർഷം 40 ദശലക്ഷം യൂണിറ്റുകൾ ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത് എന്ന വസ്തുത ഉണ്ടായിരുന്നിട്ടും ട്രംപിൻ്റെ പ്രസ്താവനകൾ വന്നുകൊണ്ടേയിരുന്നു. ഇനി ആപ്പിളിൻ്റെ പ്രതികരണവും തന്ത്രപരമായ പരിഗണനകളും പരിശോധിക്കുകയാണെങ്കിൽ ട്രംപിൻ്റെ അഭിപ്രായത്തെ തുടർന്ന് ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥർ ആപ്പിൾ എക്സിക്യൂട്ടീവുകളുമായി ചർച്ചകളിൽ ഏർപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. അവർ ആപ്പിളിൻ്റെ ഇന്ത്യക്കുള്ള നിക്ഷേപ പദ്ധതികൾ അതേപടി തുടരുമെന്ന് ഉറപ്പു നൽകി. സ്രോതസ്സുകൾ പ്രകാരം ഇന്ത്യയെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു പ്രധാന ഉൽപ്പാദന കേന്ദ്രമായി സ്ഥാപിക്കുന്നത് തുടരാനുള്ള ഉദ്ദേശം ആപ്പിൾ സ്ഥിരീകരിച്ചു. എന്നിരുന്നാലും കമ്പനി അതിൻ്റെ വിപുലീകരണ തന്ത്രത്തിൻ്റെ ചില വശങ്ങൾ പുനർനിർണ്ണയിക്കുന്നുണ്ടാകാം.